ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ദേവി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ രഞ്ജിതയും ഭർത്താവും കൂടി അവിടെ നിന്നിങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ പൂജയെ പറ്റി. അപ്പൊ പൂജ ഇങ്ങോട്ട് വരുന്നതിന്റെ പേരിൽ രഞ്ജിത കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു ഭർത്താവിന്. താൻ എന്തിനാണോ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, എന്തായാലും അവൾക്ക് തന്നെ ഒട്ടും ഇഷ്ടമല്ല. നമ്മുടെ പങ്കജ് കാരണമാണ് അവളിപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് തന്നെ വെച്ചത്. അപ്പൊ പിന്നെ താൻ ഇങ്ങനെ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. എൻ്റെ പൊന്ന അരവിന്ദേട്ടാ, ഇപ്പൊ അവൾക്ക് എന്നോട് യാതൊരു കുഴപ്പമില്ല. അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹം തന്നെയാണ്. അപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ അവളുടെ ആ ഒരു ബാക്കി പിടക്കം കൂടി അങ്ങ് മാറ്റും. അവളെ ഞാൻ സ്നേഹം കൊണ്ട് പൊതിയും. വിവാഹം വരെ അവളെ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിക്കും. നിങ്ങൾ നോക്കിക്കോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ അവളുടെ ആ ഒരു മുഴുവൻ ഞാൻ മാറ്റി മറിക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പങ്കജും പൂജയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. മനസ്സ് തകർന്നു വരുന്ന പൂജയെ കണ്ട് ഇവരിങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ വാ പൂജയെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നു. ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നിലവിളക്ക് കാണിച്ച് മരുമകളെ സ്വീകരിക്കേണ്ട അമ്മായിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയാൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ഭാര്യയോട് പറയുന്ന സമയത്ത് നിങ്ങളൊന്നും മിണ്ടാതിങ്ങ് വന്നേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക ഭർത്താവിനെ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കയറി വരുന്നു. ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആഹാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് പൂജ ഭയങ്കര കരച്ചില്. അപ്പോൾ മോൾക്ക് എന്താ പറ്റിയേ, മോൾ എന്തിനാ കരയുന്നത്? സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പറയണു ആൻറ്റി. കരഞ്ഞാൽ അവർക്ക് മുന്നിൽ തോറ്റു എന്നാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞ് മകൻ വന്നപ്പോൾ ആ തലയുടെ സ്വഭാവം മാറിയല്ലേ എന്നിവർ രണ്ടുപേരോട് ചോദിക്കുന്നു. അവരവരുടെ ജോലി നോക്കട്ടെ, മോള് സ്വന്തം കാലിൽ നിൽക്കുന്നവളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. ആരെയും ആശ്രയിച്ച് ജീവിക്കുന്നവളല്ലല്ലോ, പിന്നെന്തിനാ മോൾ ഇവരെയൊക്കെ പേടിക്കുന്നതെന്ന് ചോദിച്ചു. വിഷമം അമ്മയെ വിട്ട് നിൽക്കുന്നതിലാണെന്ന് നേരം പൂജ പറഞ്ഞു. അവർ പറഞ്ഞതിലൊന്നും എനിക്ക് ഒരു വിഷമവും ഇല്ലെന്ന് പറയുമ്പോൾ മോളെ ഒരു കണക്കിന് നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രം കരുതിയാൽ മതിയെന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് ചേർന്നവരൊന്നും അല്ല മോളെ അവര്, നീ അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ തന്നെ വാടക വീട്ടിൽ താമസിക്കേണ്ടവളാണോ നീ? അല്ലല്ലോ. ഞാൻ ഇത്രയും വലിയൊരു പൊസിഷനിലൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ മോളായി നീ വാടക വീട്ടിൽ താമസിക്കാനോ? വൈകിപ്പോയി. നീ നേരത്തെ ഇവിടെ വന്ന് താമസിക്കേണ്ടവളാണെന്ന് രഞ്ജിത പറയണു. മോനെ പങ്കജ്, നീ അവൾക്ക് അവളുടെ മുറി കാണിച്ചു കൊടുക്കാനായിട്ട് പറയുന്നു അച്ഛൻ. അവൾ കുറച്ച് വിശ്രമിക്കട്ടെ, മുഖത്ത് നല്ല ക്ഷീണമുണ്ട് അവൾക്ക് എന്നൊക്കെ പറയണം. അപ്പോൾ മോളെ നീ വിഷമമൊന്നും വിചാരിക്കേണ്ട, എൻ്റെ മോള് വാ, നിനക്കിവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൻറ്റി ഇങ്ങനെ പറയാം. എന്നിട്ട് പങ്കജിനോട് റൂം റെഡിയാക്കാൻ പറയുന്നു. ആ പൂജ എന്നും പറഞ്ഞ് പങ്കജ് വിളിക്കുന്നു. രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി. തൻ്റെ അഭിനയം കൊള്ളാം, അടിപൊളിയാണ് കേട്ടോ എന്നിങ്ങനെ ഭർത്താവ് പറഞ്ഞപ്പോൾ ഇനി എത്രയോ കാണാൻ കിടക്കുന്നുണ്ട് അരവിന്ദേട്ടാ എന്നിങ്ങനെ പറയണു അവിടെ നിന്ന് രഞ്ജിത. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വരമോളും സിദ്ധുവും കൂടെ അതിലിങ്ങനെ നടക്കുന്നു. അപ്പൊ സ്വരമോളാണെങ്കിൽ സിദ്ധുവിനോട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. സിദ്ധു ആണെങ്കിൽ സ്വരമോൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ സുമിത്ര മോൾക്കുള്ള ഭക്ഷണം കൊണ്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിച്ചതിന് ശേഷം കളിക്കാമെന്ന് സുമിത്ര ഇങ്ങനെ പറയുക. അപ്പൊ എനിക്ക് വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാമെന്ന് കൊച്ചു പറയണം. അത് പറ്റത്തില്ല. എന്നാ ഇവിടെ നിന്ന് ഞാൻ ഭക്ഷണം തരട്ടെ, അച്ഛൻ്റെ കൂടെ കളിക്കുകയും ചെയ്യാം ഭക്ഷണം കഴിക്കുകയും ചെയ്യാമല്ലോ. എന്തായാലും വീടിലല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. എൻ്റെ അമ്മമ്മ ഒരിക്കലും എൻ്റെ അമ്മമ്മ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നിട്ടേ ഇല്ല, വാരി തന്നിട്ടും ഇല്ല. വഴക്ക് പറഞ്ഞും പേടിപ്പിച്ചും ഒക്കെയാ മുമ്പേ എനിക്ക് ഭക്ഷണം തരിക എന്നൊക്കെ സ്വരമോൾ ഇങ്ങനെ പറഞ്ഞു. അച്ഛമ്മ സംസാരിക്കുന്നത് പോലെ ഒരിക്കൽ പോലും അവരെന്നോട് സംസാരിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. എന്നെ ഇഷ്ടമേ ആയിരുന്നില്ല അവർക്ക്. അവരെന്നെ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നറിയോ? അവരെന്നെ മോളേന്ന് പോലും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയണു. അപ്പോൾ എന്നെ ഇഷ്ടമേ അല്ല അവർക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം. അപ്പൊ ചിലരങ്ങനെയാ മോളെ. അപ്പോൾ അവരിഷ്ടപ്പെടുകയൊന്നും വേണ്ട, മോളെ ഇഷ്ടപ്പെടാനേ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെ എന്താണെന്ന് ചോദിച്ചു സുമിത്ര കൊച്ചിനോട്. മോളുടെ മമ്മിക്കും ഡാഡിക്കും മോളെ ഇഷ്ടമല്ലേ, പിന്നെ എന്താ കുഴപ്പം, പിന്നെന്ത് വേണം എന്നൊക്കെ ചോദിച്ചപ്പം ഇഷ്ടമൊക്കെയാ, അതുകൊണ്ടല്ലേ സ്വരമോളുടെ കൂടെ ഇവിടെ നാട്ടിൽ നിൽക്കാനായിട്ട് തീരുമാനിച്ചതെന്നൊക്കെ കൊച്ചു പറയണു. എന്നാ ഇപ്പൊ അവര് തമ്മിൽ വഴക്കായില്ലേ, ഞാനും ഡാഡിയും ഇവിടെ, മമ്മി മാത്രം അവിടെ. അത് മോളുടെ ആഗ്രഹം പോലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കൂട്ടോ. മോളുടെ മമ്മിയും ഇവിടേക്ക് തന്നെ വരും, ഈ അച്ചമ്മ കൂട്ടിക്കൊണ്ടുവരും, അതുപോലെ എൻ്റെ മോൾക്ക്. മതി എന്ന് പറഞ്ഞു. നല്ല അച്ചമ്മ എന്നൊക്കെ കൊച്ചു പറഞ്ഞു. എന്നിട്ട് കൊച്ചിനിങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുമിത്രയുടെയും രോഹിത്തിൻ്റെയും ഫോട്ടോ കാണുന്നത്. അപ്പോൾ അത് ആരാ അച്ചമ്മേ, അത് ആരാ അങ്കിളെന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ ഭർത്താവാണ്, നമ്മുടെ സുമിത്ര ഒരു ഇതില്ലാതെ പറഞ്ഞു. ഭർത്താവോ എന്ന് കൊച്ചു ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. സിദ്ധുവിന് പിന്നെ മിണ്ടാട്ടം വിട്ട് നിൽക്കുക. അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ചാച്ചൻ ആരാ എന്ന് കൊച്ചു ചോദിച്ചു. അത് കേട്ട സിദ്ധു ഇങ്ങനെ നോക്കുക കേട്ടോ. സുമിത്ര അന്നേരം ഒന്നും മിണ്ടുന്നില്ല.
അച്ഛമ്മയുടെ ആരുമല്ലേ ഈ അച്ഛൻ? എന്താ ഒന്നും പറയാത്തതൊന്നും പറ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സുമിത്ര ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് മോളെ ഭർത്താവ് ആയിരുന്നു ആദ്യം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താന്നൊക്കെ ചോദിച്ചു. കൊച്ചിനോട് ഇവര് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പിന്നെ ബാക്കിയൊക്കെ പിന്നീട് പറഞ്ഞു തരാമെന്നും പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഇവരിങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അപ്പുവിനെയും ചിത്രയെയും ആണ് കേട്ടോ. അന്ന് കണ്ടതിന് ശേഷം നീ പൂജയെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. വിളിച്ചാൽ അവൾ എന്ത് ചെയ്ത ഫോൺ എടുക്കില്ല, അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ അപ്പു പറയുക. അത്രയ്ക്ക് വെറുപ്പോട് കൂടിയാണ് അന്ന് അവൾ എന്നോട് സംസാരിച്ചതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അവളെ അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആരായാലും അങ്ങനെ തന്നെയല്ലേ സംസാരിക്കും. എന്തായാലും നിനക്ക് അവളെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ മോനെ എന്ന് ചോദിക്കുക അമ്മ. അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിൽ ചിലപ്പോൾ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും. പിന്നീട് അവൾക്ക് അതിനെപ്പറ്റി ഓർത്ത് വിഷമം ഉണ്ടാകും. വിഷമം തോന്നിയിരുന്നെങ്കിൽ അവൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നില്ലേ അമ്മേ? അവൾ വിളിച്ചില്ലല്ലോ, ഇനി അവളെ നമ്മൾ പ്രതീക്ഷിക്കണ്ട അമ്മയെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ സംസാരിച്ചെന്ന് കരുതി അവൾ നിന്നെ വിട്ട് കളഞ്ഞു ഉപേക്ഷിച്ചു എന്നൊന്നും നീ കരുതരുത്, അങ്ങനെയൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. നീ അവളെ നേരെ ചെന്ന് കാണുന്നത് നല്ലത് തന്നെയായിരിക്കും മോനെ, നീ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനത്തെ അമ്മയും മോനും കൂടെ സംസാരിക്കാം. തെറ്റ് നമ്മുടെ ഭാഗത്താണ്, ശരികൾ മുഴുവൻ അവരുടെ ഭാഗത്തുമാണ്. നമ്മൾ രണ്ടുപേരും തെറ്റ് ചെയ്തില്ലെങ്കിലും തെറ്റുകാർ നമ്മളാണെന്ന് അവർ വിചാരിക്കുന്നില്ല. തെറ്റൊന്നും പറയണ്ട. പിന്നെ നീ അവളെ ചെന്ന് കാണണം, അവളുമായി സംസാരിക്കുക. അവളുമായി സംസാരിച്ച് നിന്റെ നിരപരാധിത്വം നീ അവളോട് പറയുക. അപ്പോൾ അങ്ങനെ നിനക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവൾക്ക് മനസ്സിലാകും. അകന്നു പോയി അവൾ നിന്നിലേക്ക് വരും. ഇത്രയും ചെയ്ത അച്ഛനോട് പോലും ദേഷ്യം ഉണ്ടാവില്ല, ദേഷ്യമില്ല നിന്റെ ആന്റിക്ക്, പിന്നെയല്ലേ നിന്നോട്. നീയും പൂജയും ജീവിക്കണമെന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. നീ ഒന്ന് സംസാരിക്കുക എന്ന് വീണ്ടും വീണ്ടും അമ്മ പറയണം. ഇപ്പൊ സംസാരിച്ചില്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു അവസരം നിനക്ക് കിട്ടിയെന്ന് വരില്ല എന്നും അമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ശരി ഞാൻ പോയിക്കോളാം അമ്മേ, ഞാൻ പോയി കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവൾ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവൾ വീട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, നീ വീട്ടിലോട്ട് ചെന്നാൽ മതി എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കണം. പൂജയെ കാണാനുള്ള ശരിയായ സമയം ഇതാണ്, നീ ഇപ്പൊ തന്നെ പോകണമെന്ന് പറഞ്ഞു. ശരി അമ്മ പറഞ്ഞതുപോലെ ഞാൻ പോകാം, ഞാൻ പോയി അവളെ കാണാം എന്ന് പറഞ്ഞെന്ന് മകനും പറഞ്ഞു. ഇത് കഴിഞ്ഞ് അപ്പു അങ്ങ് പോരുന്നു. പിന്നെ കാണിക്കുന്ന നമ്മുടെ പൂജ കേട്ടോ. പൂജ ഇങ്ങനെ റൂമിൽ വിഷമിച്ചിരിക്കുമ്പോൾ ആരോ പുറത്ത് വന്നു. ഈ സമയത്ത് പങ്കജിനെ കണ്ടപ്പോഴത്തേനും ഒരു ചിരിയൊക്കെ ആയിട്ട് നമ്മുടെ പൂജ ഇങ്ങനെ നിൽക്കുന്നു. ആ മൈൻഡൊക്കെ ഫ്രഷായി. അപ്പോഴേക്ക് നമ്മുടെ പങ്കജ് എനിക്ക് മുറിക്കകത്തോട്ട് വരാലോ അല്ലേ, അപ്പൊ ഇത് തൻ്റെ വീടല്ലേ പങ്കജ്, തനിക്ക് എവിടെ വേണമെങ്കിലും വരാമല്ലോ എന്ന് പറഞ്ഞു. അതിനെന്തിനാ എൻ്റെ അനുവാദമൊക്കെ ചോദിക്കുന്നത്? അപ്പോൾ ഇതിപ്പോ ഇയാളുടെ മുറിയല്ലേ, പിന്നെ നീ താമസിക്കേണ്ട മുറി, ഈ മുറിയിലേക്ക് നിന്റെ അനുവാദം ഇല്ലാണ്ട് എനിക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്ന് ചോദിച്ചപ്പം ശരി ശരി ആയിക്കോട്ടെ കടന്നു വന്നോളൂ, ഞാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനത്തെ ആ ഒരു മൈൻഡൊക്കെ ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്ര പെട്ടെന്ന് താൻ ഓക്കെ ആയോ എന്ന് ചോദിച്ചു. പിന്നില്ലേ ഞാൻ ഓക്കെ ആയി എന്ന് പറയാണ് പൂജ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ, എനിക്ക് വയ്യ. പിന്നെ ഇതെന്താ അന്നേരം പൂജ ചോദിച്ചു. കുറെ കവറുണ്ടായിരുന്നു കയ്യിൽ, താൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഇടണ്ടേന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ തനിക്ക് 4 സാരി വാങ്ങിച്ചെന്ന് പറഞ്ഞു. സാരിയോ? എന്താ താൻ സാരി ഉടുക്കില്ലേ? അയ്യോ സാരി ഉടുക്കും, എന്നാലും താൻ സാരി ഉടുത്താൽ നല്ല ഭംഗിയുണ്ടാവൂടോ, ഇതിവിടെ ഉടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പങ്കജ് നിർബന്ധിച്ച് പൂജയെ കൊണ്ട് സാരി ഉടുപ്പിക്കാം. അപ്പൊ ശരി എന്നാ പങ്കജ് പുറത്തേക്ക് നിൽക്കാം, ഞാൻ സാരി ഉടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പൂജ ബെഡ്റൂമിൽ കയറി സാരിയൊക്കെ എടുത്ത് നോക്കി, എല്ലാം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നല്ല ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്ന സുമിത്രയെയും അതുപോലെ തന്നെ നമ്മുടെ അനിരുദ്ധിനെയാട്ടോ. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ സുമിത്ര പറഞ്ഞു, മോനെ നമുക്ക് ഒരിടം വരെ പോവാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എവിടേക്ക് അമ്മയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അതൊക്കെ ഞാൻ നിന്നോട് പറയാം, സ്വരമോള് ഉച്ചയുറക്കത്തില, അവൾ ഉണർന്നാലേ ശീതള നോക്കിക്കോളും, നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. എവിടെയും നമ്മൾ പോകുന്നേ അത് പറയാൻ പറഞ്ഞു. അപ്പോൾ അനന്യയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അനിരുദ്ധിന്റെ മുഖം അങ്ങ് വാടി. അമ്മേ അതെന്തിനാ അമ്മേ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മയെന്ന് ചോദിച്ചു. അമ്മയെക്കുറിച്ച് അവർ പറഞ്ഞതെല്ലാം അമ്മ മറന്നുപോയോ? അമ്മ അവിടെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല മോനെ, അത് നീ അല്ല തീരുമാനിക്കുന്നത്, ആവശ്യമുണ്ട്. അനന്യമായി എനിക്ക് സംസാരിക്കണം, അവളുടെ അച്ഛനമ്മമാരുമായിട്ടും എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് സുമിത്ര പറഞ്ഞു. അനന്യയും കൂട്ടി ഇവിടേക്ക് വരികയും വേണം. അപ്പൊ എന്തിനാ അമ്മേ, അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ സ്വരമോൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചേ പറ്റൂ മോനെ, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ. എൻ്റെ അമ്മേ, നമ്മൾ അവിടെ ചെന്നാൽ അവർ നമ്മളെ അപമാനിച്ച് വിടത്തേ ഉള്ളൂ, ഒരു സ്നേഹവും അവർക്കില്ല, ആരോടും ഇല്ല. പിന്നെന്താ, പിന്നെ അവരുടെ അമ്മ, അവര് എന്നെ ഒരു ശത്രുവായിട്ട് അമ്മയെ കാണുന്നത്, അവരെന്നെ അപമാനിക്കും. എന്തിനാ വെറുതെ അമ്മയെ നമ്മൾ അങ്ങോട്ടേക്ക് പോണേ, അതിന്റെ ആവശ്യമുണ്ടോ അമ്മയെന്ന് ചോദിച്ചു. അനന്യയുടെ അമ്മ പറയുന്നതാണ് അവൾക്ക് വേദവാക്യം. പിന്നെ നമ്മൾ ഇനി ചെന്ന് എന്തൊക്കെ പറഞ്ഞാലും അവൾ അതൊന്നും ചെവിക്കൊള്ളാൻ പോകുന്നില്ല. നമുക്കതൊക്കെ നോക്കാലോടാ മോനെ, നീ ഒന്ന് സംസാരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാ?
എന്തായാലും ഇങ്ങനെ അകന്ന് നിൽക്കാനായിട്ട് അമ്മ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയെ എടുത്തു ചാടി അവിടെ പോയി സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഒരു കാര്യം നടക്കില്ല മോനെ, ഞാൻ ആലോചിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. നീ എന്താ അമ്മ പറഞ്ഞാൽ തീരെ അനുസരിക്കില്ലാണ്ടായോ? നീ വരുന്നില്ലെങ്കിലേ വരണ്ട, ഞാൻ ചെന്ന് സംസാരിച്ചോളാം. എന്താ ഞാൻ സംസാരിച്ചില്ലേ, കുഴപ്പമുണ്ടോ? അനന്യയെ കൊണ്ട് ഞാൻ വരുമെന്ന് സുമിത്ര പറയുമ്പോൾ വേണ്ട അമ്മേ, അമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോയിട്ട് വരാം, അമ്മ വരണ്ട എന്ന് പറഞ്ഞു. ശരി എന്നാ എൻ്റെ മോൻ പോയിട്ട് വാ, പോയിട്ട് വരണം, അവളെ കൂട്ടിക്കൊണ്ടേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശരി അമ്മ ഞാൻ പൊക്കോളാമെന്നും പറഞ്ഞ് അനിരുദ്ധ അകത്തേക്ക് കയറി പോകുന്നു. സുമിത്ര ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുന്നു. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വരമോളുടെ അടുത്ത് ശീതൾ ഇരിക്കുമ്പോൾ സരസ്വതി അമ്മ നീ എന്താ കുഞ്ഞിന് കാവലിരിക്കുകയാണോ എന്ന് ചോദിച്ചു വന്നു. അല്ല വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഇവിടെ, ഈ ജോലിയെങ്കിലും കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം ഇതൊരു ജോലിയാണോ അച്ചമ്മ? അച്ചമ്മ കുറെ കുട്ടികളെ നോക്കി വളർത്തി വിട്ടിട്ടില്ലേ, അതൊരു ജോലിയായിട്ടാണോ അച്ചമ്മ കണ്ടതെന്നൊക്കെ ചോദിച്ചു. എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ അച്ചമ്മയ്ക്ക് ഇതുവരെ അറിയില്ലല്ലോ, നാക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം എന്തു പറയണമെന്നേ നീ എന്നെ പഠിപ്പിക്കേണ്ടെന്ന് ഈ സരസ്വതി പറയണു. ആദ്യം നീ നിന്റെ അമ്മയെ പഠിപ്പിക്കാൻ പറഞ്ഞു. നിന്നെ ഈ നിലയിലാക്കിയത് അവളല്ലേ എന്ന് ചോദിച്ചപ്പം ഏത് നിലയിലാക്കിയെന്നാ അച്ചമ്മ പറയുന്നേ? അവള് കാരണമല്ലേ നീ നിന്റെ ഭർത്താവിൽ നിന്ന് അകന്നിട്ട് ഇവിടെ വന്ന് നിന്ന് താമസിക്കുന്നത്. ഞാനിവിടെ താമസിക്കുന്നതിൽ അച്ചമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കില്ല, നിനക്ക് ആ പ്രശ്നം. ദേ നിന്റെ ഭാവിയെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ശീതളിന്റെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് കൊടുക്കാം. പ്രശ്നം പരിഹരിക്കാം എന്ന് അവള് പറഞ്ഞു. എന്നിട്ട് പരിഹരിച്ചോ? നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ ഇവിടെ വന്ന സച്ചിനോട് അവൾ എങ്ങനെയാ പെരുമാറിയതെന്ന് ചോദിച്ചു. അതൊക്കെ അമ്മ നോക്കിക്കോളും, അമ്മ സച്ചിനുമായിട്ട് സംസാരിച്ച് പ്രശ്നം തീർത്തോളും. പിന്നെ എന്തു വന്നാലും സച്ചിൻ എന്നെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് നമുക്ക് കാണാമെന്ന് സരസ്വതി അമ്മ. ദയവ് ചെയ്ത് അച്ചമ്മ ഇതിനകത്ത് കയറി ഇടപെടരുത്, എനിക്കത് ഇഷ്ടമല്ല, ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്കാൻ പറഞ്ഞു. എടീ ഭർത്താവിനൊപ്പം ജീവിക്കാം, പരസ്പരം സംസാരിച്ച വിഷയങ്ങൾ അവസാനിപ്പിക്കുക, ഒരു കുഞ്ഞിന് ജന്മം നൽകുക, അതൊക്കെയാ വേണ്ടത്. അല്ലാതെ നീ ഇവിടെ വന്നിങ്ങനെ കെട്ടിക്കയറി കിടക്കല്ല വേണ്ടത്. ആരാന്റെ കുഞ്ഞിന് കാവലിരിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ, കഷ്ടം എന്ന് പറഞ്ഞിട്ട് സരസ്വതി അമ്മ അവിടെ നിന്ന് അങ്ങ് പോണു. പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശീതളിന്റെ കരച്ചിൽ കേട്ട് സ്വര എഴുന്നേറ്റു. അയ്യോ എന്തു പറ്റി ആൻറ്റി, എന്തിനാ ആൻറ്റി കരയുന്നേന്ന് ചോദിച്ചു. ഒന്നുമില്ല മോള് ഉറങ്ങിക്കോളാൻ പറഞ്ഞു ശീതൾ. എന്നിട്ട് സ്വരയെ വീണ്ടും കിടത്തി. സ്വര അന്നേരത്തേക്ക് ഉറങ്ങി. ശീതൾ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് സുമിത്രയുടെ വീട്ടിലേക്ക് അപ്പു വരുന്നു. അപ്പു വന്നു, വണ്ടി ഒന്ന് ഇറങ്ങി. ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ട്, പേടിയുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ അപ്പു വന്ന് ഇറങ്ങിയപ്പോൾ കാണുന്നത് അനിരുദ്ധിനെ കണ്ടപ്പോഴത്തേക്കും അപ്പുവിന്റെ നെഞ്ച് കിടന്ന് ഇടിക്കാൻ തുടങ്ങി. അനിരുദ്ധാണെങ്കിൽ അപ്പുവിനെ കണ്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഇറങ്ങി ചെന്നു. എന്തിനാടാ നീ വന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അപ്പു ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് വല്ലാത്തൊരു വെപ്രാളത്തിൽ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.